പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ട്രസ്റ്റിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിരലിൽ മോതിരം അണിയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഹാരാർപ്പണം നടത്തി, ഒരു പുസ്തകം സമ്മാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആദരിക്കുന്നുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളും ഒപ്പം പ്രതിനിധികളും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രസംഗമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ആദരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആർക്കെ തുടരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യവാതിൽ തുറന്ന് പുറത്ത് ഇറങ്ങുന്നതോടുകൂടി ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രി ഈ വരുന്നത് കിഴക്ക് ഭാഗത്തുകൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്തുകൂടിയാണ്. സിംഹദ്വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൊതുജനങ്ങളുടെ പ്രവേശനം ഇനി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസികളുടെ ദീർഘമായിട്ടുള്ള നിര ഉണ്ടാകുന്നത് കൊണ്ട് ഈ സിംഹദ്വാറിലൂടെ തന്നെയാണോ ഈ പ്രവേശനം എന്നതടക്കം കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും പ്രധാനമന്ത്രി മടങ്ങുന്നത് സിംഹദ്വാറിൽ കൂടി തന്നെയായിരിക്കും. അയോധ്യയിൽ ഇന്ന് രാവിലെ എത്തിച്ചേർന്ന അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അയോധ്യ ക്ഷേത്ര പരിസരത്ത് ഹെലിപാഡിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് ആണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ഏതാണ്ട് 7000-ഓളം അതിഥികൾ, അതിൽ പ്രധാനമന്ത്രി താല്പര്യമെടുത്ത് ക്ഷണിച്ചവർ ഉൾപ്പെടെ 7000-ഓളം അതിഥികളാണ് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഇനി അവർക്കുള്ള ദർശന സമയമാണ് അല്പം നേരത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. അവർ രാമവിഗ്രഹത്തിൽ അവരുടെ ദർശനം നടത്തുകയും അവരുടെ സമ്മാനങ്ങൾ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവർ ഈ ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് ചില അസാന്നിധ്യങ്ങളും ശ്രദ്ധേയമാണ്. അതിൽ ചലച്ചിത്ര താരം മോഹൻലാൽ അടക്കമുള്ളവ സാന്നിധ്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നത്. PT ഉഷ അടക്കമുള്ളവർ എന്നാൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകം ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ തന്നെ ഒരു തടസ്സവുമില്ലാതെ ദർശനം അനുവദിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പല മേഖലകളിലായിട്ട് ഈ ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കടക്കമുള്ളവർക്ക് നാളെ മുതൽ ദർശനം നടത്താൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം.